AB ക്രിയേഷൻസിൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മുടെ ചാനലിന് കുറേയധികം സബ്സ്ക്രൈബേഴ്സ് തന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ സ്മാർട്ട് വാച്ച് V8 സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വാച്ചിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും നോക്കാം അല്ലേ. ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ആ വാച്ച്, അതിൻ്റെ അവസ്ഥ വേറെ ലെവലാണ്. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോയിലേക്ക് പോകല്ലേ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു വാച്ചിൻ്റെ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ 1 ഇയർ സംതിങ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു 1 ഇയർ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഗൈസ്, അപ്പോൾ എല്ലാം ഇന്നത്തെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഫസ്റ്റ്ലി എന്താ പറയുക, 2 ഫസ്റ്റ്ലി ഒന്നല്ലേ, സോറി, ഇടയ്ക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസാണത്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ആദ്യം ഈ ഒരു വാച്ച് പർച്ചേസ് ചെയ്തപ്പോൾ എനിക്കിതിൽ ബാറ്ററി കിട്ടിയില്ല. പക്ഷെ അത് ഞാൻ ആ വീഡിയോയിൽ പറയാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്കപ്പോൾ തോന്നി ഈ ഒരു വാച്ചിൽ ബാറ്ററി വരില്ലായിരിക്കുമെന്ന്. മീൻസ് അപ്പോൾ ആ ഒരു പാക്ക് അൺബോക്സ് ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു ബാറ്ററി കിട്ടിയിട്ടുണ്ടായില്ല. ഞാൻ വിചാരിച്ചപ്പോൾ ആ പ്രൊഡക്റ്റിൽ അങ്ങനെ ബാറ്ററി കിട്ടില്ല, നമ്മൾ എക്സ്റ്റേണലായിട്ട് വാങ്ങണം, ആ ഒരു രീതിയിലാണ് ഞാനപ്പോൾ കരുതിയത്. പിന്നീടാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ ഇതേ വാച്ച് തന്നെ കണ്ടു. പക്ഷേ അവൻ്റെ കയ്യിൽ ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഇതിൽ ബാറ്ററി ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇതടിച്ചത്. ഇതിൽ ബാറ്ററി അവർ എന്താ പറയുക ഇട്ട് തന്നില്ല, നമ്മളെ ചീറ്റ് ചെയ്തു. ആ ഒരു കാര്യം ഒരു ഡീമെറിറ്റാണ് ഈ ഒരു വാച്ചിൻ്റെ. ചിലപ്പോൾ എനിക്ക് മാത്രം കിട്ടിയതിൽ ഈ ഒരു പ്രശ്നം വന്നെന്നുള്ളൂ. പിന്നീട് കിട്ടുന്നവർക്ക് ചിലപ്പോൾ ആ പ്രശ്നം വരണമെന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ എനിക്കിത് ഭയങ്കര ബാഡ് ഹാബിറ്റായിട്ട് തോന്നി. പിന്നീട് എനിക്കതൊരു 250-300 രൂപ കൊടുത്ത് അതിൻ്റെ ബാറ്ററി വാങ്ങേണ്ടി വന്നു. ഈ ഒരു 1000 റുപ്പീസ് അല്ലെങ്കിൽ ഒരു 900 റുപ്പീസിൻ്റെ ഒരു സ്മാർട്ട് വാച്ചിന് പിന്നീടും ഞാൻ 200 റുപ്പീസ് ചിലവാക്കി ബാറ്ററി വാങ്ങേണ്ടി വന്നു. എന്താണ് ഗൈസ്. ഓക്കെ, പിന്നീട് എനിക്ക് തോന്നിയ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്, ഇതിൽ സിം ഇട്ടിട്ട് എനിക്ക് വിളിക്കാൻ വരുന്നുണ്ട്, പക്ഷെ ചില സമയത്ത് സിമ്മിൻ്റെ റേഞ്ച് കട്ടാവുന്നുണ്ട് ഗൈസ്. റേഞ്ച് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ റേഞ്ച് കട്ടാവുന്നുണ്ട്. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ക്രോം ബ്രൗസർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ ഒരു ഇതിൽ നമുക്ക് നെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, അത് 100% ഷുവറാണ്, നെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെയും അവിടെ വന്ന പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് അത്ര വലിയ സ്പീഡൊന്നും കിട്ടില്ല ഗൈസ് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ. നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് കണ്ടാൽ തന്നെ അറിയാം ഇതിപ്പോൾ നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയാണ്. എന്നാലും ഈ ഒരു ചെറിയൊരു സ്ക്രീനിൽ അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു സംഭവത്തിൽ ഇത്ര പറ്റിയ സ്പീഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് വലിയ ഡീമെറിറ്റ് തോന്നിയിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള സ്മാർട്ട് വാച്ച് ഒന്നല്ലല്ലോ. ഇപ്പോൾ ഒരു ആപ്പിളിൻ്റെയോ സാംസങ്ങിൻ്റെയോ ഒക്കെ വാങ്ങുകയാണെങ്കിൽ പിന്നെയും നമുക്ക് പറയാൻ പറ്റും ഇത്രയും സ്പീഡ് കിട്ടിയില്ല, നമുക്കൊരു ഇഷ്യൂ ആയിട്ട് പറയാം. പക്ഷേ ഇത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നിയൊരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്ക്രീനാണ്. സ്ക്രീന് നല്ല വെൽ ബിൽറ്റ്, നല്ല ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു സ്ക്രീനിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ഇതിലിപ്പോൾ എന്തെങ്കിലും ഇമേജസ് കയറ്റിയെന്ന് വെച്ചോ, ഇപ്പോൾ നമ്മുടെ ഫോണിൽ ഫോട്ടോ എടുത്ത ഇമേജസ് കയറ്റി. പക്ഷേ ഈ ഒരു സ്ക്രീൻ സർക്കിൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാച്ചിൽ നമ്മുടെ ഇമേജ് പ്രിവ്യൂ ആകുന്നത് സ്ക്വയർ സൈസിലാണ്. അതായത് ഇതിങ്ങനെ ഈ ഒരു സ്ക്വയർ സൈസിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പം ചില രീതിയിൽ ഇത് ഇവിടെ നിന്ന് ക്രോപ്പ് ആവാറുണ്ട്. അത് വലിയ കാര്യത്തിൽ വിഷയമൊന്നുമല്ല. നമുക്ക് ഈ ഒരു വാച്ചിൽ പ്രത്യേകിച്ച് അങ്ങനെ ഇമേജ് കാണേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ വീഡിയോ സപ്പോർട്ടറാണ് കേട്ടോ, പക്ഷേ വീഡിയോ ഒന്നും കാണേണ്ട ഒരാവശ്യമില്ല. ഈ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് വീഡിയോ ഒന്നും കാണേണ്ട ഒരാവശ്യമില്ല. നമുക്ക് കുറച്ചും കൂടി രീതിയിൽ സ്മാർട്ട് വീസ് ആയിട്ട് സമയം നോക്കാം, അലാറം വയ്ക്കാം, റിമൈൻഡർ നോക്കാം, അതൊക്കെ രീതിയിലാണ് ഈ ഒരു വാച്ചിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോ അങ്ങനെ കാണുന്നവർക്കാണ് ഈ ഒരു വാച്ച് വാങ്ങുന്നതെങ്കിൽ ചില രീതിയിൽ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ക്രോപ്പായിരിക്കും. പിന്നെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറൻ്റെ മെഗാ പിക്സൽ എത്രയാണ്, 0.7 അങ്ങനെ എന്തോ ചെറിയ രീതിയിലുള്ളതാണ്. കണ്ടാൽ തന്നെ അറിയാം, ചെറിയ ക്യാമറയാണ്. ഓക്കെ, ക്യാമറയുടെ കാര്യങ്ങളൊന്നും നോക്കേണ്ടത് സ്മാർട്ട് വാച്ച് അല്ലേ എന്ന് വെച്ച് സ്മാർട്ട് വാച്ചിൽ ക്യാമറ ഇമ്പോർട്ടൻസ് ഇല്ലെന്നല്ല. ഒരു സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത് ഒരു വാച്ച് സ്മാർട്ട് ആവുന്നത് തന്നെ ക്യാമറയും നമ്മുടെ സിമ്മും അതിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ തുടർന്നാണ്. ഓക്കെ, അപ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. പക്ഷേ ഈ ഒരു വാച്ചിന് എനിക്ക് പ്രത്യേകിച്ച് രീതിയിൽ ക്യാമറ ക്വാളിറ്റി ഒന്നും ഒരു ആവശ്യം ഉണ്ടായില്ല വാച്ചിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ വാങ്ങിച്ചത്. എനിക്ക് പ്രത്യേകിച്ച് ബ്ലൂടൂത്ത് കോൾ എനേബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ബ്ലൂടൂത്ത് കോൾ എന്ന് നമ്മൾ ആ ഒരു വീഡിയോയിൽ മിക്കവരും ചോദിച്ചതാണ്. അപ്പം അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയാം. ഈ ഒരു വാച്ചിൽ ഏതൊരു സ്മാർട്ട് വാച്ചിലായാലും അതിലൊരു QR കോഡ് കണക്ടർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും, നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്.
അപ്പോൾ ഇതിലും അങ്ങനെ ഒരു QR കോഡ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ആ സംഭവത്തിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ അവർ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ഫോണായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറേ ആപ്സ് അത് നമുക്ക് റെക്കമെൻഡ് ചെയ്യും. അത് നമുക്ക് ഇഷ്ടമുള്ള ഏതെന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്യുക. BT നോട്ടിഫിക്കർ എന്ന് പറഞ്ഞൊരു മറ്റേ ആപ്പാണ് നമ്മുടെ ഈ ഒരു ഫോൺ വഴിയായിട്ട് ഫോൺ കോളിംഗ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു വാച്ചും കൊണ്ട് എനിക്കുണ്ടായ ഗുണങ്ങൾ എന്താണെന്ന് അറിയണ്ടേ. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡീമെറിറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണങ്ങൾ പറയാം. എനിക്ക് നല്ലൊരു ഡിസ്പ്ലേ എനിക്ക് കിട്ടി. നല്ല ക്വാളിറ്റിയുള്ള, നല്ല ബ്രൈറ്റ്നസ് ഉള്ള, പുറത്തൊക്കെ പോയാലും നല്ല വ്യക്തമായിട്ട് കാണുന്ന ഒരു ബ്രൈറ്റ്നസ് ഇതുള്ള ഡിസ്പ്ലേ എനിക്ക് കിട്ടി. പിന്നെ വേറെ ഇതെന്ന് പറയുന്നത് നമുക്ക് ഏതൊരു ഇപ്പോൾ എൻ്റെ ഫോണിലെടുത്തായാലും വേറെ ഏത് ഫോണിലെടുത്ത ഇമേജ് ആയാലും നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. സാധാരണ ചെറിയ രീതിയിലാണ് കാണാൻ പറ്റുന്നെങ്കിലും നമുക്ക് ആ ഒരു റെസൊല്യൂഷനുള്ള പിക്ചേഴ്സ് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഫുൾ HD പിക്ചർ ആണെങ്കിലും HD പിക്ചർ ആണെങ്കിലും നമുക്ക് ഈ ഒരു വാച്ചിൽ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെനിക്ക് നല്ല രീതിയിലൊരു മെറിറ്റായിട്ട് തോന്നി. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു വീഡിയോയിൽ കുറേ കാര്യങ്ങൾ വിട്ടുപോയെന്നല്ല പറഞ്ഞിട്ടുണ്ടായില്ല. സോറി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കട്ട് ചെയ്യണതിൻ്റെ ഒരു പ്രശ്നമാണ്. അതെല്ലാവരും ക്ഷമിക്കണം. നമ്മൾ എഡിറ്റ് ചെയ്തിട്ടല്ല വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളന്ന് കുറേ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. സംഭവിച്ചാൽ നമ്മൾ ഈ ഒരു കവറിങ് ഒന്നും അയച്ച് കാണിച്ചോ സംഭവം ഓർക്കുന്നില്ല, കാണിച്ചില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് സെറ്റാക്കി തരാം. അപ്പോൾ ഇതിൻ്റെ നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ സൗണ്ട് ക്വാളിറ്റി സൂപ്പറാണ്. ഇതിൻ്റെ നമുക്ക് നല്ലൊരു രീതിയിൽ സൗണ്ട് കിട്ടുന്നുണ്ട്. ഇതിനു മുമ്പ് എൻ്റെ ഒരു കസിൻ്റെ സ്മാർട്ട് വാച്ചിൽ നിന്ന് ഞാനൊരു പാട്ടൊക്കെ വെച്ച് നോക്കിയിട്ട് അത്ര സൗണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഇതിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു സൈലൻസ് ആയിട്ടുള്ളൊരു പ്ലേസിൽ പോയാൽ, സൈലൻസും പോട്ടെ, ഒരു ലൗഡായിട്ടുള്ള പ്ലേസിൽ പോയി പാട്ട് എന്തെങ്കിലും മ്യൂസിക് വെച്ചാലും നല്ല രീതിയിൽ മ്യൂസിക് കേൾക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അൺപാക്ക് ചെയ്ത് കാണിച്ചു തരാം. എവിടെ ഓക്കെ, വെയിറ്റേ. ഓക്കെ, ഇതതിൻ്റെ കവറാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് സൂത്രം കാണിച്ചു തരാം. ബാറ്ററി എന്ത് ചെയ്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ബാറ്ററി അടിച്ചു പോയി. സംഭവം ഒന്നുമല്ല, എനിക്കിത് ഈ വാച്ചിൻ്റെ കുഴപ്പമായിട്ട് എനിക്കത് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞാൻ എക്സ്റ്റേണൽ ബാറ്ററിയാണ് വാങ്ങിച്ചത്. നമ്മളെപ്പോഴും ഒരു ഫോണോ കാര്യങ്ങളൊക്കെ ഒരു ബാറ്ററി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ കമ്പനി സാധനം വാങ്ങുമല്ലോ. ഞാനൊരു ഡ്യൂപ്ലി സാധനം വാങ്ങിച്ച് ഇതിൻ്റേതായ ഒരു ബാറ്ററി ആയിരുന്നു. പക്ഷേ ഈ ഒരു കമ്പനി ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് വാച്ച് നമുക്ക് നൽകുന്ന ബാറ്ററി ആണെങ്കിൽ അടിച്ചു പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വാച്ചിൻ്റെ കംപ്ലൈൻറ്റ് ആയിട്ട് പറയാം. പക്ഷേ ഇതൊരു ബ്രാൻഡഡ് അല്ല, നോട്ട് പോയിൻറ്റ്. അപ്പോൾ ഇത് ഞാൻ എക്സ്റ്റേണൽ വാങ്ങിച്ചതാണ്. പക്ഷേ ഒരു 6 months 7 months വന്നിട്ടുണ്ടാവും. അടിച്ചു പോയി ഗൈസ്, അടിച്ചു പോയി. ഓക്കെ, അതൊരു ഡീമെറിറ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പീക്കർ, മാഗ്നറ്റിക് സ്പീക്കർ യൂണിറ്റ് വരുന്നത്. പിന്നെ അത് ഇവിടെ ഒരു സിം സ്ലോട്ട് വരുന്നുണ്ട്. ഇതൊക്കെ പക്ക ക്വാളിറ്റിയാണ്. പിന്നെ ഒരു SD സ്ലോട്ടും ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ വരുന്ന ഒരു SD സ്ലോട്ടും ഇതൊരു സിം സ്ലോട്ടും സ്പീക്കർ സിസ്റ്റം. ഓക്കെ, അതിൻ്റെ കാര്യത്തിലൊന്നും ഒരു കാര്യമില്ല, ബെൽറ്റാണ്. പിന്നെ ഇതിൻ്റെ ചാർജിങ് പോർട്ട് ഞാൻ അന്ന് കാണിച്ചെന്ന് തോന്നുന്നു. ഓക്കെ, എന്നാലൊന്നുകൂടി കാണിക്കാം. ചാർജിങ് പോർട്ടിനൊന്നും ഇതുവരെയായിട്ടും ഒരു പ്രശ്നവും വന്നിട്ടില്ല. പിന്നെ ബാറ്ററി ഇപ്പോൾ കുറേ നാളായി ഇട്ടിട്ട് ഇനി ഇത് വർക്കിംഗ് ആണോ എന്നും എനിക്ക് പറയാൻ പറ്റില്ല. ബാറ്ററി വാങ്ങിക്കുകയാണെങ്കിൽ ഞാനത് വർക്കിംഗ് ആക്കി നിങ്ങൾക്ക് ഒരു ദിവസം കാണിക്കുന്നതായിരിക്കും വിശദമായി. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു ഈ ഒരു വാച്ച് നമ്മൾ കൈ കട്ടുമ്പോഴാണെങ്കിൽ ആ ഒരു രീതിയിൽ എനിക്ക് പറയാനുള്ളത്, നല്ല ഒരു ഡിസ്ട്രക്ഷൻ തോന്നുന്നില്ല, ഡിസ്ട്രക്ഷൻ ഫീൽ നമുക്ക് തോന്നുന്നില്ല. മഴയായല്ലോ ഗൈസ്, പണി കിട്ടിയോ? അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 നമ്മൾ എന്തായാലും ചെയ്യണമായിരിക്കും. കുറേ കാര്യങ്ങൾ ഈ ഒരു വാച്ചിനെ കുറിച്ച് പറയാനുണ്ട്. ഈ ഒരു വാച്ച് പർച്ചേസ് ചെയ്യണവർക്ക് ഇത് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒരു വാച്ച് സബ്സ്ക്രൈബ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, സബ്സ്ക്രൈബ് എന്ന് തന്നെ പറയാം, ഏകദേശം ഒരേ അർത്ഥം തന്നെയല്ലേ, വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാച്ച് വാങ്ങുന്നതിന് മുമ്പ് ഈ ഒരു കാര്യങ്ങളൊക്കെ അവർ ജസ്റ്റ് ഒന്ന് അറിഞ്ഞോട്ടെ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ, റെയിൻ പോയിട്ടുണ്ട്. ഇവിടെ ഇന്നിപ്പോൾ നല്ല മഴയായിട്ടുണ്ട്. നിങ്ങളവിടെ എന്താണെന്ന് അറിയില്ല. ഓക്കെ, മൈക്ക് വർക്കിംഗ് ആണോ? അവസാനം ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു സൗണ്ടും കിട്ടിയില്ലെങ്കിൽ പണിയാവും. ഈ ഒരു മൈക്ക് പുതിയതായിട്ട് എടുത്താണ് കേട്ടോ. നിങ്ങൾ ആ ഒരു കാര്യം പറഞ്ഞ് മൈക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മൈക്ക് പുതിയതായിട്ട് എടുത്താണ്. ഇതും കോസ്പെക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ, വലിയ രീതിയിലൊന്നുമല്ല. പ്രൈസ് എന്ന് പറയുന്നത് 200-150 rupees ആ ഒരു ഇടയിലാണ് ഇതിൻ്റെ പ്രൈസ് വന്നത്. ലോ ക്വാളിറ്റിയാണ്, പക്ഷേ നമുക്ക് കിട്ടാനുള്ള സൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ വലിയ വലിയ വീഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്റ്റീരിയോ ആയിട്ട് കൺവേർട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, നെവർ മൈൻഡ്, അതൊക്കെ വിട്ടേക്ക്. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി
സൂപ്പറാണ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഡിസൈൻ, ഇതിൻ്റെ സ്ക്രീൻ കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇവിടെ വന്നെ നമ്മുടെ ഈ ഒരു ടൈറ്റിങ് സാധനമൊക്കെ നല്ലൊരു രീതിയിൽ. അപ്പോൾ നമുക്കിപ്പോൾ ചിലർക്ക് ഈ വാച്ച് കിട്ടുമ്പോൾ ഈ ഒരു വശം ഇവിടെ നിന്നൊക്കെ വിട്ടുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാകും. പക്ഷേ എനിക്ക് വലിയ ആ ഒരു രീതിയിലൊന്നും തോന്നിയിട്ടില്ല. ഭയങ്കര ഹാൻഡി ബൈ ആണ്, കംഫർട്ടബിളാണ്. ഇപ്പം നമ്മൾ വലിയ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ ചിലർക്ക് നല്ല വാച്ചൊക്കെ അല്ലെങ്കിൽ മോശമായിരിക്കും കാണിക്കാൻ. അപ്പോൾ ഈ ഒരു വാച്ച് ഉണ്ടെങ്കിൽ സ്മാർട്ട് വാച്ചാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു സംഭവം കണ്ട പലർക്കും സ്മാർട്ട് വാച്ച് ആവണമെന്ന് തോന്നുന്നില്ല. ഈ ഒരു ക്യാമറ രീതി ശ്രദ്ധിച്ചാൽ മാത്രമേ ഒരു സ്മാർട്ട് വാച്ച് ആണെന്ന് പലർക്കും മനസ്സിലാവുള്ളൂ. സ്കൂളിൽ കെട്ടിക്കൊണ്ട് പോവാൽ അത് ഇത്തിരി റിസ്ക്കാണ്. സാർമാർ പിടിച്ചാൽ പണിയാവും. അതുകൊണ്ട് ഞാനിത് സ്കൂളിൽ കെട്ടാറില്ല. പിന്നെ വല്ല പ്രോഗ്രാംസിനെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ കിട്ടും. അപ്പോൾ ഹൈലി റെക്കമെൻഡഡ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഓക്കെ. പിന്നെ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാകും. അതാണ് നമ്മുടെ വാച്ചിൻ്റെ വീഡിയോ, നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോ. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് എല്ലാവരും പോയി കാണാം. അതിൻ്റെ ഇടയിൽ മറ്റേ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ വീഡിയോ കണ്ടതിന് ശേഷം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. ജസ്റ്റ് പോയി ഒന്ന് പർച്ചേസ് ചെയ്യുക നിങ്ങൾ ഈ ഒരു വീഡിയോയും കൂടി കണ്ടതിന് ശേഷം മാത്രം. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ 11 മിനിറ്റ് ആയി വീഡിയോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. മറ്റേ രീതിയിൽ പറയുമ്പോൾ എനിക്ക് ഇത്രയും പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ആകുമ്പോൾ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഇവിടെ കാണുന്ന ആ ഒരു ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് എന്ന് വരും. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നേരെ സബ്സ്ക്രൈബ് ആയിക്കോളും. ബെല്ലൈക്കണും ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ അടുത്തൊരു വീഡിയോയിലാണെങ്കിൽ ബൈ.